ഇടതുപക്ഷം ഭരിക്കുന്ന ഇഷ്ടം, അതാ ഞങ്ങൾ പറഞ്ഞത്. ഉറപ്പ് തന്നെ കേട്ടോ. പറയാൻ മതി, നാടിൻ്റെ നല്ലതിന് വേണ്ടി. നാട് കണ്ടോ കുട്ടിച്ചോറായി കിടക്കുന്നത്? നാട് കുട്ടിച്ചോറല്ലേ പോനെ? എന്തുവാ മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്നതല്ല. നമുക്ക് കുടിക്കാൻ വെള്ളമുണ്ടോ? ഇതാക്കളെ ഇടതുവശം തന്നെ മോനെ. മുകേഷ്. ശരി ശരി. തന്നെ മോനെ തന്നെ മോനെ. ഞങ്ങൾ അതിനെ ചെയ്യും. ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുള്ള അതിനാ മക്കളെ. ഇനിയും ഞാൻ മരിക്കുന്നവരെ അതേ ചെയ്യും. തോറ്റാലും ജയിച്ചാലും ഞാൻ അവർക്ക് അത് കാണിച്ചവാ. പെൻഷൻ പോലും ഇല്ല ഇപ്പം. ഞങ്ങൾ എങ്ങനെ കഴിയും? പൈസ എന്ന പ്രാണികൾ. മുളിക വേണം, മരുന്ന് വേണം, ആഹാരം വേണം, വല്ലതും ഉണ്ടോ? കോൺഗ്രസ് ജയിക്കണമെന്നൊരാഗ്രഹമുണ്ട്. ചിലപ്പോൾ കോൺഗ്രസ്, ചിലപ്പോൾ പ്രേമേന്ദ്രനാണെങ്കിൽ ചിലപ്പോൾ മിക്കവാറും ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം ഇപ്പം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഭരിച്ച് ഇപ്പോഴെല്ലാം പൊട്ടിക്കിടക്കുക, എല്ലാം വെള്ളത്തിൽ കിടക്കുക. അതുകൊണ്ട് കോൺഗ്രസ് ഒന്ന് വരണമെന്നൊരാഗ്രഹമുണ്ട്. പ്രേമേന്ദ്രൻ തന്നെ വരേണ്ടത്. പ്രേമേന്ദ്രൻ വന്നാലോ ഈ രാജ്യം നന്നാവത്തുള്ളൂ. കൊല്ലത്തിൽ നിസ്സംശയം പറയാൻ കഴിയും, NK പ്രേമേന്ദ്രൻ സാറ് തന്നെ ഇവിടെ ജയിക്കത്തുള്ളൂ. കാരണം പാർലമെൻറ്റിൽ ഇവിടുന്ന് ജനാധിപത്യ സംവിധാനത്തിൽ മുൻകാലങ്ങളിൽ പല MP-മാരും പോയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും പാർലമെൻറ്റിൽ ഒരു വാക്ക് പോലും ചോദിക്കാത്ത 2 ടേം ജയിച്ച MP-മാർ തന്നെ നമ്മളെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട്. അതേ സന്ദർഭത്തിൽ NKP എന്ന് പറഞ്ഞാൽ വളരെ വിശദമായി കാര്യങ്ങൾ പഠിച്ച് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും തൊഴിലാളികൾക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്ന ഒരു തൊഴിലാളി നേതാവും സംഘടനാ മികവുള്ള ഒരു പ്രവർത്തകനുമല്ല ആയതുകൊണ്ട് തീർച്ചയായിട്ടും NK പ്രേമേന്ദ്രന് തന്നെയാണ് ഇവിടെ പൂർണ്ണമായി വിജയസാധ്യത. എനിക്ക് പ്രേമേന്ദ്രൻ MP തന്നെയാണ്. മുകേഷ് സാറായിരിക്കും. സാറിനെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അന്നേരം പിന്നെ മുകേഷ് സാർ തന്നെ. പ്രേമേന്ദ്രൻ സാർ തന്നെ. അതിന് പ്രത്യേക ഒരു പേര് പറയാനല്ല, NK പ്രേമേന്ദ്രൻ. മുകേഷ് എന്തായാലും നോക്കും. പ്രേമേന്ദ്രൻ സാറിന് തന്നെ. വ്യക്തിപരമായിട്ട് പ്രേമേന്ദ്രൻ സാർ ജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. പ്രേമേന്ദ്രനാണ് മുൻഗണന. പ്രേമേന്ദ്രൻ സാർ തന്നെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചിരിക്കും. പ്രേമേന്ദ്രൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പുള്ളി. MK പ്രേമചന്ദ്രൻ. പ്രേമേന്ദ്രൻ സാറ് ഇപ്പോൾ വരെയും എൻ്റെ അറിവിൽ നല്ല കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ.